കേരള രാഷ്ട്രീയത്തിൽ നിന്നും പിൻവാങ്ങിയിട്ട് 21 വർഷങ്ങൾ പൂർത്തിയായി. 2004 കേരളം വിട്ടതാണ് രാഷ്ട്രീയത്തിൽ നിന്ന്. അതിനുശേഷം എന്നെക്കുറിച്ചും എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ചും മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ച കാലഘട്ടത്തെക്കുറിച്ചും വർഷമായി ഏകപക്ഷീയമായി ഒരുപാട് ആക്രമണം നടക്കാറുണ്ട്. ഞാൻ അതിനൊന്നും ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. ആവശ്യം വന്നാൽ ജീവിച്ചിരുന്നാൽ അടുത്ത അസംബ്ലി കഴിഞ്ഞിട്ട് ഇലക്ഷൻ കഴിഞ്ഞ് മറുപടി പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. ഇപ്പോൾ അത്രയും വൈകണ്ട ചില കാര്യങ്ങൾക്ക് മറുപടി പറയാൻ തോന്നില്ല. കഴിഞ്ഞ 21 വർഷമായി LDF എൻ്റെ ഭരണകാലത്തെക്കുറിച്ച് പ്രധാനമായി ഉന്നയിക്കുന്ന 2 കാര്യങ്ങൾ ഇന്നലെയും അവർ ശക്തമായി ആവർത്തിച്ചു. ഒന്ന് ശിവഗിരിയാണ്. ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടം മുതൽ, കുട്ടിക്കാലം മുതൽ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചിരുന്ന, ആദരിച്ചിരുന്ന ശ്രീനാരായണ ഗുരുദേവനാണ്. ചേർത്തല ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ 2 പ്രാവശ്യം ചേർത്തല സ്കൂളിൽ ഗുരുദേവന്റെ മഹാസമാധി എല്ലാ വിദ്യാർത്ഥി സംഘടനകളും വിദ്യാർത്ഥികളും നാട്ടുകാരും ഒരുമിച്ച് ആചരിക്കുന്നതാണ്. 2 പ്രാവശ്യം ഞാൻ ഗുരുദേവ മഹാസമാധിയുടെ ആചരണ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. ഞാൻ പഠിച്ചിരുന്ന ചേർത്തല സ്കൂളിൻ്റെ പേര് ചേർത്തല ഗവൺമെൻറ് ഹൈസ്കൂൾ എന്നായിരുന്നു. ഞാൻ പ്രതിപക്ഷ നേതായിരുന്ന കാലഘട്ടത്തിൽ ചേർത്തലയിലെ ഒരു സുഹൃത്ത് പഴയ രേഖകളെല്ലാം കാണിച്ച് ചേർത്തല സ്കൂളിൻ്റെ സ്ഥാപനത്തിന് ഗുരുദേവൻ നൽകിയ സംഭാവനകളെക്കുറിച്ച് എന്നെ ബോധ്യപ്പെടുത്തി. ആ കത്ത് സഹിതം ഞാൻ അന്ന് പ്രതിപക്ഷ നേതാവായ അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന PG ജോസഫിന് കത്തയച്ചു. ഉടൻ തന്നെ PG ജോസഫ് എൻ്റെ അഭ്യർത്ഥന മാനിച്ച് ആ രേഖകൾ കൂടി പരിശോധിച്ചതിന് ശേഷം ചേർത്തല ഗവൺമെൻറ് ഹൈസ്കൂളിനെ ചേർത്തല ഗവൺമെൻറ് ശ്രീനാരായണ ഹൈസ്കൂൾ എന്നാക്കി വെച്ചു. അങ്ങനെ ഓരോ ഘട്ടത്തിലും ഗുരുസ്വാമികളായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ ആദരപൂർവ്വം നിലപാട് സ്വീകരിച്ചാണ്. ശിവഗിരിയിൽ എത്രയോ തവണ യൂത്ത് കോൺഗ്രസിലുണ്ടായപ്പോൾ, APCയിലുണ്ടായിരുന്നപ്പോൾ, മുഖ്യമന്ത്രിയായി, പ്രതിപക്ഷ നേതാവായി, കേന്ദ്ര പ്രതിരോധ മന്ത്രിയായി ഞാൻ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് എനിക്ക് ഏറ്റവും ദുഃഖവും വേദനയുണ്ടാക്കിയൊരു കാര്യം നടന്നു. അവിടെ 95 കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാൻ വേണ്ടി പോലീസിനെ അയക്കേണ്ടി വന്നു. അവിടെ ഉണ്ടായ സംഭവങ്ങൾ പലതും നിർഭാഗ്യകരമാണ്. പക്ഷെ അവിടെ പോലീസ് പോയത് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം
ക്രിമിനൽ നിയമത്തിൽ പോലീസിനുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ശിവഗിരിയിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ച സന്യാസിമാർക്ക് അധികാര കൈമാറ്റം നടത്തിയിരിക്കണം. അത് ഗവൺമെന്റിന്റെ ചുമതലയാണ്, പോലീസിന്റെ ചുമതലയാണ്. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമല്ലോ ക്രിമിനൽ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ അധികാരങ്ങളും പോലീസ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പോയത്.